എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന റവ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ റവ ഇടാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് റവ ഇടാം. ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായി വറ്റിയതിന് ശേഷം കുറുക്കിയെടുക്കണം. മാവ് നന്നായി കട്ടിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോഴും മാവിന് ചൂടുണ്ട്. ഈ ഒരു ചൂടോട് കൂടി തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. കുറേശ്ശെ വെള്ളം തെളിച്ച് വേണം കുഴച്ചെടുക്കാൻ. മാവ് വല്ലാതെ കട്ടിയാണെങ്കിൽ പിഴിയാൻ കുറച്ച് കഷ്ടമായിരിക്കും. മാവ് നന്നായി കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇത് പിഴിഞ്ഞെടുക്കാം. കയ്യിൽ എണ്ണയോ വെള്ളമാക്കിയ ശേഷം മാവ് നിറയ്ക്കാം. മാവ് ഇതുപോലൊരു ലൂസ് കൺസിസ്റ്റൻസി ആവണം. ഇല്ലെങ്കിൽ പിഴിയാൻ നല്ല കഷ്ടമായിരിക്കും. തട്ടിലേക്ക് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം. വല്ലാതെ കട്ടിയിൽ പിഴിയണ്ട. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു തട്ടിലേക്ക് കൂടി പിഴിഞ്ഞ് വയ്ക്കാം. വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്കിത് കഷ്ടമായിരിക്കും പിഴിഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ മാവ് വരുന്നുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം എടുത്താൽ മതി. നല്ല സോഫ്റ്റായി തന്നെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. റവ വറുക്കാത്തത് എടുക്കാൻ ശ്രമിക്കണം. വറുത്തതാണെങ്കിൽ കുറച്ച് തണുക്കുമ്പോഴൊന്ന് ബലം വയ്ക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഏത് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിന്ന് കടലക്കറിയാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.